എന്റെ മോൻ. പാപ്പാ, പാപ്പാ, എന്റെ ഉണ്ണി. എന്തേ? എന്തു പറ്റി? എന്റെ ഉണ്ണിനെ പോലീസ് പിടിച്ചത്രേ. പോലീസ് പിടിക്കേ? എന്തിനത്? ഈശ്വരനറിയാം. കണക്കല്ലാത്ത കാശുണ്ടായിരുന്നത്രേ അവന്റെ കയ്യില്. ഭാരതം വന്നു പോലീസ്. അവിടൊക്കെ തിരയണ കണ്ടു. എന്നോട് ഓരോന്നൊക്കെ ചോദിച്ചെഴുതി കുത്തിക്കൊണ്ടുപോയി. എന്റെ കുട്ടീനെ കാണണം, എനിക്ക് ഇപ്പൊ കാണണം. മീനാക്ഷി എടുത്തി ഒന്നും പേടിക്കണ്ട. നമ്മുടെ ശിവന്റെ ഓഫീസിൽ നിന്ന് അയച്ചതല്ലേ ഉണ്ണിയെ. ശശി അവിടെ തന്നെയല്ലേ ജോലി ചെയ്യണേ. അവർക്ക് വലിയ വലിയ ആളുകളെയൊക്കെ അറിയാം. അവര് വേണ്ടത് ചെയ്തോളൂ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാനും നിന്റെ കൂടെ വരട്ടെ പാപ്പ? എനിക്ക് എന്റെ ഉണ്ണിനെ കാണണം. വേണ്ട മീനാക്ഷി എടുത്തി, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് ഉണ്ണി വാര്യത്തുണ്ടാവും. ഞാനല്ലേ പറയണേ. ആ പപ്പേട്ടനോ? വരൂ, ഇരിക്കൂ. ശിവ, നമ്മുടെ വാര്യത്തെ കുട്ടിയെ പോലീസ് പിടിച്ചു എന്നൊരു എന്താ അത്? ആർക്കറിയാം പപ്പേട്ട, ഇവിടെയും കിട്ടി അങ്ങനെ ഒരു വിവരം. ശശിയും സ്ഥലത്തില്ല. ഞാൻ ആകെ കൺഫ്യൂഷനില്ല. ആ തള്ള ചങ്ക് പൊട്ടിച്ചാവും. വിവരം അറിഞ്ഞിട്ട് നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ? ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാ ചെയ്യ, ഇപ്പൊ തന്നെ. പപ്പേട്ട, അതിൽ വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതിൽ നേരിട്ട് ഇടപെട്ടാൽ പിന്നെ അത് നമ്മുടെ നേരെയാവും വരിക. എന്നുവെച്ചാ പപ്പേട്ടൻ ഇതിനിപ്പോ ഇങ്ങനെ ചാടി ഇറങ്ങണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. എനിക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. ശശിയെ പോലെ തന്നെ ആ കുട്ടി എനിക്ക്. ഇത്ര ആലോചിക്കാൻ എന്താന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടത്തെ കാര്യമായിട്ട് പോയതല്ലേ ഉണ്ണി. ഒരു ആപത്തിൽ പെട്ട നേരത്ത് തൈ മലർത്തിയാൽ എങ്ങനെയാ? ഇവിടത്തെ കാര്യമാണെന്ന് പപ്പേട്ടനോട് ആരാ പറഞ്ഞത്? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാതെ എന്റെ പെടലേക്ക് വെക്കരുത്. ഒരു പണി കൊടുത്തു എന്ന് വെച്ച് എനിക്ക് എല്ലാറ്റിനും തലവെക്കാനൊന്നും പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ പണിയെടുക്കുക, പോലീസ് പിടിച്ചു എന്നറിയ, ശിവനൊന്നും അറിയില്ല എന്ന് പറയാ. ഇപ്പൊ ആ കുട്ടീനൊന്ന് ഇറക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കെങ്ങനെ പറയാൻ പറ്റും? ജോലിക്ക് നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. അവരുടെയൊക്കെ തെറ്റിന് ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാ വേണ്ട, പാടില്ല. ഞാനിവിടെ വന്ന് പറഞ്ഞത് തെറ്റ്. ക്ഷമിക്കുക. വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കാം. ഇപ്പറഞ്ഞ വാര്യര് കുട്ടിയെ 3 ലക്ഷം രൂപയുമായി കാസർകോട്ടെ പോലീസ് പിടിച്ചു. പറയുമ്പോ അത്രേ ഉള്ളൂ. പക്ഷേ സംഗതി കുഴഞ്ഞ കേസാ. പത്മനാഭൻ നായർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ആ കുട്ടി എനിക്ക് വളരെ വേണ്ടപ്പെട്ടതാ. അതുകൊണ്ടാ സ്വാമി ഞാൻ. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ആകെയും താറുമാറാക്കുന്ന ആന്റി സോഷ്യൽ എലമെന്റ്സ്, സാമൂഹിക ദ്രോഹികളാ ഇതിന്റെയൊക്കെ പിന്നില്. പച്ച മലയാളത്തിൽ പറഞ്ഞ കുഴൽപ്പണക്കാര്. കുഴൽപ്പണക്കാരോ? അതെ, തൊഴിലില്ലാത്ത ഇഷ്ടം പോലെ ചെറുപ്പക്കാര് നമ്മുടെ രാജ്യത്തുണ്ട്. പെട്ടെന്ന് കുറെ കാശ് കിട്ടുമ്പോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗൗരവം ചിന്തിക്കാതെ ചാടിയിറങ്ങും. ചെത്തി നടക്കാൻ മോട്ടോർ ബൈക്കും പാന്റും ഷർട്ടും സ്പ്രേയും കൂളിംഗ് ഗ്ലാസും. കുട്ടിയോള് വീഴാൻ പിന്നെന്താ വേണ്ടേ? അപ്പോ ശിവൻ ഹീ ഈസ് ദ മെയിൻ ഏജന്റ്, കുഴൽപ്പണ ഇടപാടിന്റെ ഒരു പ്രധാന കണ്ണി. എന്റെ അനുജൻ ശശി. ഞാൻ അത് തന്നെയാ പറഞ്ഞു വരുന്നത്. വളരെ അപകടകരമായ ഒരു ഗ്രൂപ്പിലാ അനിയൻ ഇപ്പോൾ ഉള്ളത്. പോയ വാര്യർക്ക് പോയത് തന്നെയാ. എനിക്കറിയാം അനിയനെ വളർത്തി ഇവിടം വരെയൊക്കെ എത്തിച്ചതിന്റെ ദണ്ണം. ഇനി അവനും കൂടി ജയിലിൽ പോകാതെ നോക്കിക്കോളൂ. മനസ്സിലായോ? അന്നുച്ചയ്ക്ക് വടക്കേടത്തെ മുറ്റത്ത് ആ കാറിൽ വന്നിറങ്ങിയത് ഇത്ര വലിയൊരു ആപത്തായിരുന്നു എന്റെ ഈശ്വര. നിക്കവിടെ. വേണ്ട, ഒക്കെ അറിഞ്ഞു. നിക്ക് വിവരവും ബുദ്ധിയില്ലെങ്കിലും അതുള്ള ഒരു നാട്ടിൽ വേറെയുണ്ട്. വക്കീൽ സ്വാമി പറഞ്ഞു എന്നോട് നീ ആരാ എന്താന്നൊക്കെ. ഇവന് നീ എന്ത് പണിക്കാ കൊണ്ടുപോയത്? ആ വാര്യത്തെ കുട്ടി നീ എന്തിനാ ചതിച്ചത്? ഇക്കണ്ട അക്രമമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെയും വടക്കേടത്ത് ഉമ്മറം നിറങ്ങാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. കുഴൽപ്പണം കള്ളക്കടത്തും ഈ തറവാട്ടിലോ തല പോയാൽ ഞാൻ സമ്മതിക്കില്ല. ഏട്ടന് എന്തൊക്കെയാ പറയണേ? ശിവൻ എന്നെ ഒരു അക്രമത്തിനും കൊണ്ടുപോയിട്ടില്ല.
പിന്നെ ഉണ്ണിയുടെ കാര്യം അത് അവന്റെ കുറ്റ. ഒന്നും കേൾക്കണ്ട എനിക്ക്. പപ്പേട്ടൻ വിചാരിക്കണ പോലെ ഒന്നുമില്ല. തെറ്റ് ചെയ്തത് ഉണ്ണിയാ. പക്ഷേ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ലക്ഷങ്ങൾ കെട്ടിവെച്ച് അവനെ ഇറക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നത്. സന്ധ്യയ്ക്ക് മുമ്പ് അവൻ അവന്റെ വീട്ടിലെത്തും. എന്റെ വളർച്ചയിൽ അസൂയയുള്ള ആരോ പറഞ്ഞുണ്ടാക്കിയ കഥകളാ പപ്പേട്ടന്റെ മനസ്സിലിപ്പോ. കഠിനാധ്വാനം ചെയ്ത് 10 കാശുണ്ടാക്കിയാൽ ഉടനെ തുടങ്ങും നാട്ടുകാർ കുഴൽപ്പണം, കള്ളക്കടത്തുന്നൊക്കെ. നമ്മളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നത് സഹിക്കാഞ്ഞിട്ടാ പപ്പേട്ട അവർക്ക്. അതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലോ പപ്പേട്ടനും. ആര് വേണമെങ്കിലും വന്ന് നോക്കിക്കോളൂ എന്റെ ഓഫീസിൽ. പപ്പേട്ടനോ പപ്പേട്ടനെ തെറ്റിദ്ധരിപ്പിച്ച വക്കീലോ പോലീസോ എന്താ ഞങ്ങളുടെ ബിസിനസ് എന്ന്. നിക്ക് നിന്റെ ബിസിനസ്സും ലക്ഷങ്ങളും വലിപ്പത്തിലും ഒന്നും കേൾക്കണ്ട. ഇവിടെ ഒന്നും ഉണ്ടായിട്ടല്ല ഇക്കാലം വരെ അന്തസ്സായിട്ട് കഴിഞ്ഞത്. ശശി മേലിൽ ഇവിടുന്ന് നേരും നിറയില്ലാത്ത പണിക്ക് പോരുത്. ശിവ മേലിൽ മുറ്റത്ത് ചവിട്ടാനും പാടില്ല. പോയിക്കോളൂ. ശശിനി ജോലിക്ക് വരണോ വേണ്ടയോ എന്നത് പപ്പേട്ടന്റെ ഇഷ്ടം. പക്ഷെ എന്റെ ബിസിനസ് നേരും നിറയില്ലാത്തതാണെന്ന് പപ്പേട്ടന്റെ വായിന്ന് കേട്ടത് വല്ലാത്ത സങ്കടമായിപ്പോയി. പോട്ടെ. നിക്ക് ശിവ, ഏട്ടനത് എന്തിനുള്ള പുറപ്പാടാ? ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ഇടപെട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്നെ ശിവനോട് ഒന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ അത് എന്നോടും കൂടിയാ. ഇക്കാര്യത്തിൽ ശിവനോട് ഇറങ്ങിയ കൂടെ ഞാനും ഇറങ്ങും, ഉറപ്പാ. ഓ നീ ഇറങ്ങി പോവെന്ന് കാരണവന്മാരുണ്ടാക്കിയ ഒരു അന്തസ്സുണ്ടായിരുന്നു. ചങ്കിലെ കാറ്റ് പോയാലും കളയാൻ പാടില്ലാത്തൊരു അന്തസ്. അത് പണയം വെച്ച് പണം ഉണ്ടാക്കാൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നത്? ഇത്രയും കാലം പോറ്റി എന്റെ മുഖത്ത് നോക്കി പറയണ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നെന്ന്. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? തന്നതും തിന്നതും നോക്കിയതും പോറ്റിയതും ഒക്കെ പറഞ്ഞിട്ട് ഏട്ടൻ ചോദിച്ചല്ലോ ഇവിടെ എന്തിന്റെ കുറവായിരുന്നു എന്ന്. ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? വടക്കേടത്തെ വലിപ്പത്തരം നാഴികയ്ക്ക് 40 വട്ടം നീട്ടി വലിച്ചു വിളമ്പാറില്ല ഏട്ടനോടോ ചോദിച്ചത്? 10 800 നാളികേരം ആ ചാത്തനോ ചങ്കരനോ വെട്ടി താഴ്ത്തിടും. അത് വിറ്റ് കിട്ടുന്ന ചില്ലാനം ആ മൊയ്തീൻകാടെ കയ്യിൽ നിന്ന് വാങ്ങി അച്ചമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് വാങ്ങണ അരിയും മുളകും തീർന്നു. പിന്നെ ഏട്ടനെ പേടിച്ച് മിണ്ടില്ല ഇവിടെ ആരും. അത്ര തന്നെയുള്ളൂ ഇതുവരെ കുടുംബം പോറ്റി കണക്ക്. അതിനപ്പുറത്തേക്ക് വല്ലോ പറയാനുണ്ടോ ഏട്ടനെ? അനങ്ങിയെ ചോദിക്കും ഇവിടെ എന്തിന്റെ കുറവാളേത്. വടക്കേടത്തെ വിശ്വനായരുടെ കുടുംബം മാത്രം മെച്ചപ്പെട്ടുവിടാന്നൊന്നുമില്ല. ഒരു നിറമുള്ള കുപ്പായിട്ടോടാന്നില്ല. ഈ പുഴയ്ക്കപ്പുറത്തും വളരുന്നൊരു ലോകമുണ്ട്, ഏട്ടൻ കണ്ടിട്ടില്ലാത്ത ലോകം. ഏട്ടന് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ എല്ലാവർക്കും വേണം ജീവിതത്തിലെ എല്ലാ സുഖവും സൗകര്യങ്ങളും ഒക്കെ. ഏതെങ്കിലും വഴിക്കത് വരുമ്പോ അതില്ലാണ്ടാക്കുക, അതിന് സഹായിച്ചൊരു ഇറക്കി വിടുക. എന്തു പറഞ്ഞാലും മരിച്ചുപോയി അച്ഛന്റെ പേരാ പറയാനുള്ളേ. ആ പേരും പറഞ്ഞ് ഈ വീട്ടിലെ ബാക്കിയുള്ളവരെ കഷ്ടപ്പെടുത്തണമെന്നൊന്നുമില്ലല്ലോ. ശിവന്റെ കൂടെ ഞാൻ ജോലിക്ക് പോകും. ഇഷ്ടമില്ലാത്തവരുടെ ഇഷ്ടം എനിക്ക് വേണ്ട, സമ്മതം എനിക്ക് വേണ്ട. ഒന്നും വേണ്ട എനിക്ക്, ഒന്നും. എന്താ വലിച്ചെറിഞ്ഞതെന്ന് അറിയോ നിനക്ക്? അത്രയ്ക്ക് വളർന്നോളാ നീയെ. അയ്യോ വല്ലേട്ടാ, വല്ലേട്ടാ, വല്ലേട്ടാ. ഇങ്ങോട്ട് വരാം. ഇനി തല്ലരുത് എന്റെ കുട്ടീനെ. നാക്കെടുത്ത 40 വട്ടം അച്ഛനെ കുറിച്ച് പറയാറില്ലേ നീ? അച്ഛൻ എന്നേലും നിന്റെ മേല് കൈവച്ചിട്ടുണ്ടോ? തല്ലിയിട്ടുണ്ടോ നിന്നെ? ഒരനർത്ഥം വലിച്ചു കയറി 100 എണ്ണ ആക്ക. അതാ നീ ഇപ്പൊ ചെയ്യണേ. അച്ഛന്റെ കൈ തൂങ്ങി നടക്കണ കാലത്ത് ആ കൈ കണ്ടതായത് ഇതെനിക്ക്. ഇത് വലിച്ചെറിഞ്ഞപ്പോ അച്ഛൻ എന്നെ സ്നേഹിച്ചതിലപ്പുറം എന്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിച്ചത് 10-18 വയസ്സ് മുതൽ. എന്നിട്ടിപ്പോ അമ്മയും പറയണു. അതൊക്കെ എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ശശി. തെറ്റും ശരിയും അവന് തിരിച്ചറിയാം. അവന് ഇഷ്ടമുള്ള പണിക്ക് അവൻ പൊയ്ക്കോട്ടെ. ആ പേരിൽ ഈ മുറ്റത്ത് വഴക്കും വാക്കാണ് ഉണ്ടാവരുത്. അമ്മേ, അപ്പ എനിക്കാ തെറ്റണതല്ലേ? ശരിയാ, എനിക്കാ തെറ്റിയത്. ഞാനാ ഈ തല്ലും വഴക്കും ഒക്കെ. ശശികുട്ട, ക്ഷമിക്കുക ഏട്ടനോട്. ഈ പുഴയ്ക്കപ്പുറത്ത് ഞാൻ കാണാത്ത വലിയ വലിയ ലോകങ്ങളൊക്കെ കണ്ട നിങ്ങളൊക്കെ തന്നെയായിരിക്കും ശരി. ക്ഷമിക്കുക.